വെളുത്തുള്ളിയും കറിവേപ്പിലയും സ്റ്റഫ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രിൽ ഫിഷ് ഉണ്ടാക്കിയാലോ? സാധാരണ മസാലകൾ മാത്രം മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അത് കുറച്ച് അധികം ഇട്ടോ, അപ്പോൾ കുറച്ച് ഭംഗി കൂടും. അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് വെളിച്ചെണ്ണ, സാധാ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ചേർക്കുന്നു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ക്യൂബുകളായിട്ട്. ഇതുണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ച് സോഫ്റ്റ് ആക്കിയതാണ്. പിന്നെ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ കയ്യിൽ വല്ല ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നെപ്പോലെ അറിയാമായിരുന്നിട്ട് അതിസാഹസികതയൊന്നും കാണിക്കരുത്. പിന്നെ 2 സൈഡിലും മസാല തേച്ച് പിടിപ്പിക്കുക. ഒരു വരഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ മീൻ, അതിൻ്റെ ഇടയ്ക്കും ഒക്കെ നല്ലപോലെ മസാല കയറാൻ പാകത്തിന് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം, നമുക്ക് സമയമുള്ള പോലെ കുറച്ച് നേരം ഞാനിത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല. അതിനിടയ്ക്ക് നമുക്ക് വെക്കാനുള്ള കറിവേപ്പില ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് അത് പാത്രത്തിൽ. ഇതൊരു 2 ആഴ്ച അടുത്തായി ഞാനിപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ട്. പക്ഷേ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇത് ഞാനൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. ഈ പ്രീ ഹീറ്റ് ചെയ്യാനിട്ട ഓവൻ ഒരുമാതിരി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഈ മീനിൻ്റെ വയറിനകത്ത് വയ്ക്കാം. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കറിവേപ്പിലയുടെയും ഒരു വെളുത്തുള്ളി മൊരിഞ്ഞതുപോലെയുള്ള ഒരു നല്ല ഫ്ലേവർ കിട്ടും ഈ ഗ്രിൽ ഫിഷിന്. പിന്നെ നമുക്ക് നേരിട്ട് ഗ്രില്ലിട്ടെടുത്ത് മാറ്റാം, ഓവനിലോട്ട് മാറ്റാം. ഒരു 10-15 മിനിറ്റൊക്കെ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ 2 സൈഡ് ആവാനായിട്ടും. ഒരു 20 മിനിറ്റിൽ എന്തായാലും തീർന്നു. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ആ സമയത്ത് മുറിച്ച് വെച്ചു. അപ്പം ഇതാണ് ഗ്രിൽ ഫിഷ്. ഓവനിലെല്ലാം നമുക്കിത് തവയിലും ഓയിൽ കുറച്ചിട്ട് ഇത് ആക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും.